അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുരകൾ, പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നയിക്കുക. ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനിച്ച മണ്ണിൻ്റെ, നമ്മുടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യദിന മഹോത്സവം നമ്മൾ ആചരിക്കുന്ന ഒരു വലിയ മഹത്വപൂർണമായ സുപ്രഭാതമാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും അതുപോലെ തന്നെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും എല്ലാ മംഗളാശംസകളും. പരിശുദ്ധ അമ്മയെ, നമ്മുടെ രാജ്യം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം. അത് നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണത്. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയി, ഇംഗ്ലണ്ടിലെ ധ്യാനം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഭൂമുഖത്ത് ഏറ്റവും പുരാതനമായ സംസ്കാരത്തിൻ്റെ ഒരു പവലിയനിൽ ഞാൻ കയറി. അത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. 6000 കൊല്ലത്തോളം ഡയറക്റ്റ് ഹിസ്റ്റോറിക്കൽ കണ്ടൻ്റുള്ള സംസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നതയുള്ളതും ചരിത്രമുള്ളതും ഇന്ത്യയാണ്. ലോകത്ത് 5000 കൊല്ലം. അപ്പോൾ ഓരോ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെയൊക്കെ വരുന്ന ഏറ്റവും വലിയ വരവ് 2000 കൊല്ലം അല്ലെങ്കിൽ 3000 കൊല്ലം. അമേരിക്കയിലൊക്കെ 400 കൊല്ലത്തെ പഴക്കമേ ഉള്ള അമേരിക്കയ്ക്ക്. അപ്പോൾ ഇത്രയും മഹത്വപൂർണ്ണമായ സംസ്കാര പൈതൃകമുള്ള രാജ്യമാണ്. അപ്പോൾ ആ പൈതൃകമുള്ള രാജ്യത്ത് 3000-ഓളം ഭാഷകളും 2800 രാഷ്ട്രീയ പാർട്ടികളും എന്തൊരു വിരോധാഭാസമാണ്. എന്നിട്ട് ഇവരെല്ലാവരും കോർത്തായിക്കൊണ്ട് ജനാധിപത്യം മുന്നേറുന്നത് കാണുമ്പോൾ അതിൻ്റെ ജനാധിപത്യത്തിന് എന്തെങ്കിലും കുറവില്ലെന്നല്ല, കുറവുകൾ നമുക്ക് പരിഹരിക്കാവുന്ന കുറവുകളാണ് ഉള്ളത്. അത് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാലത്തുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും ലോകസഭയിലും നിയമങ്ങളുണ്ടാക്കി ജനാധിപത്യത്തിന് ഉണ്ടാകാവുന്ന വിലങ്ങ് തടികളെ നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ രാജ്യത്തെ ഓർത്ത് നമുക്ക് സന്തോഷം, അഭിമാനം തോന്നും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യം നമ്മളൊക്കെ ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ രാജ്യസ്നേഹികളാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അകത്ത് ക്രിസ്ത്യാനികൾ ഭരിച്ചത് കൊണ്ടാണ്, അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ഒത്തിരി ഇൻവോൾവ്മെൻറ്റ് ക്രിസ്ത്യൻസിന് സ്വാതന്ത്ര്യ സമരത്തിൽ കുറച്ച് പേർക്കാണ് കിട്ടിയത്. മുസ്ലിംസിന് ഒത്തിരി പേർക്ക് കിട്ടി. കാര്യം അവർ ബ്രിട്ടീഷ് ഭരണത്തിന് എല്ലാവരും തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം നിലനിൽക്കുന്ന സമയത്ത് എതിരായിരുന്നു. അപ്പോൾ അവർ കുറച്ച് പേർക്ക് സ്വാതന്ത്ര്യ സമരത്തിന് പങ്കാളിത്തം കിട്ടി. പക്ഷേ എന്ത് ഒക്കെ പറഞ്ഞാലും ശരി, വി ആർ നോട്ട് എഗൻസ്റ്റ് ദാറ്റ്. പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകണത്, ഇപ്പോൾ ഒരു ഹിന്ദുത്വവാദം മുമ്പത്തേക്കാൾ പ്രബലപ്പെട്ട്, ഇപ്പം നമ്മൾ രാജ്യത്തിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാലും ഇവിടുത്തെ കുറേ ഭാഗം, എല്ലാവരും അല്ല, ഒരു ന്യൂനപക്ഷ ഹിന്ദുത്വം വർഗീയതയുള്ളവർ അംഗീകരിക്കത്തില്ല. നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ല, നിങ്ങൾ ക്രിസ്ത്യൻസാണ്, നിങ്ങൾ രാജ്യത്തിൻ്റെ ആൾക്കാരല്ലെന്ന് പറയും. അതുപോലെ നിങ്ങൾ മുസ്ലിംസാണ്, നിങ്ങൾ രാജ്യത്തിൻ്റെ ആൾക്കാരല്ലെന്ന് പറയും. അപ്പം നിങ്ങളൊന്നും ഞങ്ങളുടെ രാജ്യം നന്നാക്കണ്ട പറയും. പക്ഷേ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കിയിട്ടല്ല മിഷണറിമാർ ഈ രാജ്യത്ത് നന്നാക്കിയത്. ഇന്ത്യൻ ഹിസ്റ്ററി അസോസിയേഷൻ സ്ഥാപിച്ച ഒരു ഫാദറാണ്, പ്രീസ്റ്റ് അല്ലേ. ഇതുപോലെ ഓരോ കാര്യങ്ങളും ഇന്ത്യയിൽ 10 കൊള്ളാവുന്ന കോളേജ് എല്ലാം നടത്തുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇന്ത്യയിൽ. ഈ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ കാഴ്ചവെച്ച ഒരു ചരിത്രവും സംസ്കാരവും ഒക്കെ ഉണ്ടല്ലോ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് 8:32 സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇപ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പുറത്ത് യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ ഒരു മതത്തിൻ്റെ ഭാഗമാകണമെന്നല്ല ഞങ്ങൾ പറയുന്നില്ല. യേശുക്രിസ്തുവിനെ എല്ലാവരും അറിയാൻ, അത് യേശുക്രിസ്തു ജനത്തിൻ്റെ പൊതു സ്വത്താണ്. ആ പൊതു സ്വത്തിനെക്കുറിച്ചും അതിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയാണ്ടിരിക്കരുത് ആരും. അതിനാണ് യേശു സഭ സ്ഥാപിച്ചത്. യോഹന്നാൻ 8:32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസമല്ലേ സ്വാതന്ത്ര്യം ഉണ്ടാക്കണത്. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇന്ന് സ്വാതന്ത്ര്യം കിട്ടാത്ത ആൾക്കാരില്ലേ. ഇപ്പോൾ ഓരോരോ എന്താണ് നോർത്ത് ഈസ്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വനങ്ങളിൽ താമസിക്കുന്നവർ,
വനങ്ങളിൽ താമസിക്കുന്നവർ, അതുപോലെ തന്നെ മലകളിൽ താമസിക്കുന്ന ഗിരിവർഗ്ഗക്കാർ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ അവർക്ക് അറിയത്തില്ല എന്താ കാര്യം, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുത്താലുള്ള അവസ്ഥ എന്താണ്? നാഗാലാൻഡൊക്കെ പോയി വിദ്യാഭ്യാസം കൊടുത്തിട്ട് എത്ര അച്ഛന്മാരാണ് മരിച്ചതെന്നറിയാവോ? എത്ര മിഷണറീസാണ് മരിച്ചതെന്നറിയാവോ? കാര്യം അവർ ഏറ്റവും വലിയ അധികാരി എന്ന് പറയണത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ട് അവിടെ തലയോട്ടി മാലയായിട്ട് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതായിരുന്നു ഇന്ത്യ. ആ ഒരു സ്ഥലത്ത് നിന്ന് നാഗാലാൻഡിനെ ഉൾപ്പെടെയുള്ളവരെ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നതും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നതും എന്താ? ഈ സുവിശേഷമാണ്. സുവിശേഷം സ്വീകരിച്ച എല്ലാ രാജ്യങ്ങളും എന്തൊരു അഭിവൃദ്ധിയാണ്. ലോകത്തിന് അഭിവൃദ്ധി എന്താണ്, വികസനം എന്താണെന്നെല്ലാം കാണിച്ചു കൊടുത്തത് ആരാണ്? വികസനത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കെല്ലാം വന്നതെല്ലാം ഈ ബൈബിൾ സ്വീകരിച്ച രാജ്യങ്ങളാണ്. ഭൂമിയിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്തിട്ട് സമ്പന്നത ഉള്ള ഒരു കുറേ രാജ്യങ്ങളുണ്ട്. പക്ഷേ അതേസമയം തന്നെ ലോകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ലോകത്തിന് വികസനത്തിൻ്റെ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവരണതെല്ലാം പഴയ നിയമം എടുത്ത യഹൂദന്മാരും പുതിയ നിയമം എടുത്ത മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഈ വികസനത്തിൻ്റെ രൂപങ്ങളെല്ലാം രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ വെളിച്ചം എല്ലാവർക്കും കിട്ടാനുള്ള ബാധ്യതയുണ്ട്. വെളിച്ചം നമ്മൾ അടച്ചുപൂട്ടിയും പെട്ടിടത്ത് സംഭവം ഈശോ പറഞ്ഞു ലോകം മുഴുവനും നിങ്ങൾ പോകണം. അതിൻ്റെ അർത്ഥം ലോകം നിങ്ങൾ മുഴുവനും പോകണമെന്ന് പറയുമ്പോൾ എന്താണ്? അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും എന്നല്ലേ ഈശോ പറഞ്ഞത്. എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങൾ പോകണം, പോയി തല്ലുപിടിക്കണം എന്നല്ല പറഞ്ഞത്. എനിക്ക് കിട്ടിയതിൻ്റെ പകരം നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും. എനിക്കിപ്പോൾ കന്യാസ്ത്രീമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരെ ഇപ്പം നാളെ എനിക്കും വെച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്കൊരു ധാരണയുണ്ട്. കാര്യം ആരും അറിയാതെ നിങ്ങൾ ആരും വിചാരിക്കരുത്. സുവിശേഷത്തിൻ്റെ ചൈതന്യം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുത്തിരിക്കും. ആരെയും ബലം പ്രയോഗിച്ച് മതം മാറ്റാൻ ആർക്കും നോക്കിയാൽ അതിനടുത്ത് നോൺസെൻസ്. ബലം പ്രയോഗിച്ച് ആരെങ്കിലും മതം മാറ്റാൻ പറ്റുമോ? അത് നോൺസെൻസ് അല്ലേ? ആരെങ്കിലും പറ്റുമോ? അപ്പോൾ അത് ഇല്ലാത്ത കാര്യം പറയണതാണത്. ഒരു മനുഷ്യന് ഒരു ആശയം അടിച്ചേൽപ്പിച്ച് സ്വീകരിക്കാൻ പറ്റത്തില്ല. ചെറുക്ക അനുഭവങ്ങൾ വരുമ്പോൾ അവ ചിലപ്പോൾ വിശ്വാസത്തിലേക്ക് വരുമായിരിക്കും. അപ്പോൾ അനുഭവം വരാൻ വേണ്ടി ഇഞ്ചക്ഷൻ കൊടുക്കുക ഒന്നുമില്ല. നമ്മളവിടെ പറഞ്ഞിരിക്കണം അതല്ല, കർത്താവ് ദൈവസ്നേഹമാണെന്ന് പറയണം. അത് നമ്മളെവിടെയും പറയും. പടൽ കണ്ടിച്ചാലും പറയും, ഏത് നരകത്തിൽ ചെന്നാലും പറയും ദൈവസ്നേഹമാണ്, നിങ്ങളുടെ സ്നേഹത്തോടെ ജീവിക്കണം. അതല്ലേ സുവിശേഷം? അതല്ലേ സുവിശേഷം? ദൈവസ്നേഹമാണ്, നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണം. പിന്നെ പരസ്പരം പങ്കുവെക്കണം. പിന്നെ എന്ത് ചെയ്യണം? അറിവ് സമ്പാദിപ്പിക്കണം. കാര്യം സ്വന്തമായിട്ട് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. വ്യക്തിപരമായ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അപ്പം നമ്മൾ കൊടുത്തത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ പൊതു സ്വാതന്ത്ര്യത്തേക്കാൾ പ്രധാനമാണ്. സ്വാതന്ത്ര്യം രാഷ്ട്രത്തിൽ കിട്ടിയാലും അറിയാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അറിയത്തില്ല. അപ്പം അടിസ്ഥാന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്ര സ്വാതന്ത്ര്യമല്ല, വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ പോലും ഉപയോഗിക്കണം എങ്ങനെ? വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ലേ. അതാണ് സഭ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി സഭ ഒത്തിരിയേറെ മുറിവുകൾ മേടിച്ചിട്ടുണ്ട്. സഭയ്ക്കത് ഒത്തിരിയല്ല. ഇത് നിങ്ങൾ ഓർക്കണം, ഇത് സെബസ്ത്യാനോസിൻ്റെ അപ്പോസ്തലന്മാരുടെ സഭയാണ്. അങ്ങോട്ട് കയറി ആൾക്കാരുടെ കരുത്തേക്ക് കയറി ആൾക്കാരുടെ കൈമേടിച്ച് ചത്തവരാരും ഇവിടെയില്ല. ഇവിടെ ഉള്ളവരെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം കോങ്കോ വനത്തിലും ആമസോൺ വനങ്ങളിലും ഒറ്റക്ക് പോയി നടന്ന് സുവിശേഷ വേല നടത്തിയിട്ട് അവരുടെ കൈകൊണ്ട് മരിച്ച് ആ രക്തത്തിൽ തന്നെ അവർ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സഭയാണിത്. അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയണത് സ്വർഗാരോഹണത്തിലാണ് എത്തി അവസാനിക്കുന്നത്. എന്താണ്? മനുഷ്യൻ ഏറ്റവും വലിയ നമ്മളെ മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ജീവനിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുവന്നവരാണ്. മരിച്ചുയർത്തെഴുന്നേറ്റവനാണ്. അവൻ്റെ ഉയർപ്പിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ജനതയുടെ അവകാശമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റേറ്റ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേരള സംസ്ഥാനം അതിൻ്റെ കടക്കിണികളിൽ നിന്ന് രക്ഷപ്പെടാനും. എങ്കിലും കേരള സംസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. എന്താ കാര്യം? ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഈ മറ്റു രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് കേരളത്തിലും ഇന്ത്യയിലും വരുമ്പോൾ എന്തൊരു മാറ്റമാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇന്ത്യ കുതിക്കുന്നുള്ള കാര്യം സത്യമാണ് ശരിക്കും പറഞ്ഞാൽ.
നമ്മൾ ഈ വികസന രാജ്യം അല്ലെങ്കിൽ തേർഡ് വേൾഡ് എന്നൊക്കെ വിളിക്കുന്നത് അവരുടെ സൂപ്പർമസി അവർ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മൾ തേർഡ് വേൾഡൊന്നുമല്ല. തേർഡ് വേൾഡ് സാമ്പത്തിക മേഖലയിലും GDP-യിലുമാണ് തേർഡ് വേൾഡ്. GDP തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇനി ഉയരും. അപ്പോൾ അത് ഒക്കെ നമുക്ക് രാജ്യത്ത് അഭിമാനമുണ്ട്. അതിപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുടെ വർഗീയതയുടെ അധ്വാനമാണെന്ന് നിങ്ങൾ പറയരുത്. ദാറ്റ് ഇസ് നോൺസെൻസ്. ഇന്ത്യയുടെ ജനത മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനാണ്. അങ്ങനെ അതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയും ഒരുമിച്ച് അവരുടെ എല്ലാവർക്കും എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അതിനെ അംഗീകരിക്കുകയും രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തോളോട് ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് പോകാൻ ഇന്ത്യ അധികാരികൾ കഴിയട്ടെ. അവരെ നയിക്കുന്നത്. എൻ്റെ പേര് ലാലി, ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് ദൈവത്തിൻ്റെ നാമം ഉയർത്തി കാണിക്കുവാൻ എനിക്ക് തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ലൂക്കാ 12:8 മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. നമ്മൾ മനുഷ്യരുടെ മുൻപിലല്ല ഏറ്റുപറയുന്നത്. എന്നെ സംബന്ധിച്ച് പറയാനാണ് എനിക്ക് എപ്പോൾ സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയാലും ഞാൻ പറയുന്നോളാം. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടൊന്നും ഞാൻ വന്നതല്ല. 2018 നവംബറിലാണ് ഞാനിവിടെ വന്നതും ഉടമ്പടി എടുത്തതും ഒക്കെ. ഇവിടെ വന്നപ്പോൾ ഉടമ്പടി 6 നിയോഗം വെക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ച് എന്താണെന്ന്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഒരു കിഡ്നി പേഷ്യൻ്റാണ്. അപ്പോൾ ഇത് മോള് ഇവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് MBA കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാനപ്പം നിയോഗം വെച്ച് കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും, മോൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ 2 കുഞ്ഞുങ്ങളുടെയും വിവാഹം അച്ഛൻ ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നടത്തി തരണേ മാതാവേ എന്ന് ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചു. അത് അത്ഭുതകരമായിട്ട് അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് 2019-20 കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും വിവാഹം നല്ല ഭംഗിയായിട്ട് നടത്തി തന്നു. 2 കുഞ്ഞുങ്ങളെ, നല്ല ദൈവത്തെ അറിയുന്ന 2 കുഞ്ഞുങ്ങളെ തന്നു. സന്തോഷമായിട്ട് അവരും ദൈവത്തെ അറിഞ്ഞ് തന്നെ ജീവിക്കുന്നു. രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള 2 വസ്തുവിൻ്റെ അതിലെന്ന് പറഞ്ഞാൽ തൊട്ട് അപ്പുറത്തെ ആളുകൾ നമ്മളോട് തർക്കമാണ്. ഞങ്ങളുടെ പേരിലാണ് വഴി, ഞങ്ങളാണ് കരമടയ്ക്കുന്നത്, അതിൻ്റെ പുറയിലുള്ളവരെ അവർക്ക് വഴിയില്ലാത്തതുകൊണ്ട് അവരുടെ വഴിയാണെന്നും പറഞ്ഞ് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുക. ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞതുകൊണ്ട് ഞാൻ വേറെ ഒന്നിനും പോയില്ല. പുറപ്പാട് 14 വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും, നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നാൽ മതി എന്ന് കർത്താവ് പറഞ്ഞ വചനം ഞാനിങ്ങനെ ഉരുവിട്ടോണ്ടേ ഇരുന്നു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മയെ ഈ വിഷയത്തിൽ 2ലും അമ്മ എനിക്ക് നീതി നടത്തി തരണം, അമ്മ തന്നേ പറ്റത്തുള്ളൂ. നമുക്കാരോടും സംസാരിക്കാൻ പോകാനോ വഴക്കിനോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റത്തുമില്ല. അപ്പോൾ റീസർവേ ഓഫീസിൽ പോയി മോനെ റീസർവേ തിരക്കിയപ്പോൾ ഈ വർഷം റീസർവേ ഇല്ല, അവർ ധൃതി പണിക്ക് വേണ്ടി അവരെ വിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ ബാംഗ്ലൂരാണ്, വന്ന സമയത്ത് നടന്നില്ലേ പിന്നെ നടക്കത്തുമില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് വേണ്ടി റിസർവേക്കാരെ ഞാൻ പോകുന്നതിന് മുമ്പേ അയക്കണേന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, അത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസർവേക്കാർ വന്നു. ഈ 2 വസ്തുവിൻ്റെ, ഞാൻ ചുരുക്കി പറയാം, ഈ 2 വസ്തുവിൻ്റെ മേലും ഞങ്ങൾക്ക് മാതാവ് നീതി നടത്തി തന്നു. അമ്മ എനിക്ക് വേണ്ടി വിട്ടതാണെന്ന് ഞാൻ തീർത്തും പറയുക. അല്ല, ഞാൻ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു, വീണ്ടും പ്രശ്നമായിട്ട് തന്നെ മുന്നോട്ട് പോയേനെ. പിന്നെ എൻ്റെ ഈ കൈയുടെ കുഴയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ പിള്ളേർ കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ടേ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തില്ല, എനിക്ക് ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ ഉടമ്പടി തൈലം തേച്ചിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ ദേഹത്ത് കത്തി വെക്കാൻ ഇടയാകരുത്, ഇതോടുകൂടി എനിക്ക് സൗഖ്യം തരണം. പിന്നെ ഈ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞിട്ട് എൻ്റെ ഈ തോള് തൊട്ട് ഇവിടം വരെ അതിൻ്റെ വേദനയാണ്, ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. അമ്മ എനിക്കതിന് പൂർണ്ണ സൗഖ്യം തരണമെന്ന് പറഞ്ഞു. അമ്മ എനിക്കതിന് പൂർണ്ണ സൗഖ്യം തന്നു. പിന്നെ 2023 ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേന് ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന്. അപ്പോൾ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് കാര്യമായിട്ട് ഞാൻ ലോൺ എടുത്തതായിരുന്നു. അപ്പം അത് ഒരു ഡിമാൻഡ് നോട്ടീസ് വന്നു കഴിഞ്ഞിട്ട് ആ വസ്തു വാങ്ങിക്കാനായിട്ട് ഒരാൾ വന്നു. ആ മാസം തന്നെ കച്ചവടം നടക്കും എന്നുള്ള രീതിയിൽ തന്നെ ആയി. അവസാനം വന്നപ്പോഴത്തേന് അത് നടന്നില്ല. വീണ്ടും അത് ജപ്തിയിലേക്കാണെന്നും പറഞ്ഞ് അറിയിച്ചു. അപ്പോൾ 20 ലക്ഷം വേണം. അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി തരണം. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ എനിക്ക് ദർശനപരമൊക്കെ ഉള്ളതായതുകൊണ്ട് ജപ്തി ഒഴിവാകുന്നു 3 പ്രാവശ്യം എന്നെ എഴുതി കാണിച്ചു. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ ആ പണം ക്രമീകരിച്ച് തന്ന അമ്മ ജപ്തി ഒഴിവാക്കി തന്നു.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മോളുടെക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് അതിനെ 5-ാമത്തെ ദിവസം നമ്മൾ ശരിക്കൊന്നും കണ്ടില്ല, ഡിസ്ചാർജ് ചെയ്യുന്നു. കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ കുഞ്ഞിന് ഭയങ്കരമായ ലൂസ് മോഷനും ഛർദിലും എല്ലാമായിട്ട് കുഞ്ഞങ്ങ് ഓരോ ഓർഗനും അങ്ങ് ഡൗൺ ആയി അങ്ങ് താഴോട്ട് പോയി. പെട്ടെന്ന് ഞങ്ങൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചികിത്സയൊക്കെ നടത്തി. ഡോക്ടർ ഒന്നും പറയുന്നില്ല, 48 മണിക്കൂറേ അവർ പറയുന്നുള്ളൂ. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഭയങ്കരമായ ഡീഹൈഡ്രേഷൻ. വീണ്ടും അപ്പോൾ ഞങ്ങൾക്ക് കിംസിലേക്ക് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയി. ബാക്കിയുള്ള കാര്യം മോള് പറയും. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അനാഥാലയത്തിൽ കൊണ്ടുപോയി തുണി കൊടുക്കും, എൻ്റെ കഴിവ് പോലെ ഞാൻ പൈസ കൊടുക്കും. പിന്നെ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് കിഡ്നി പേഷ്യൻ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഡയാലിസിസ് രോഗികൾക്കാണ് കൊടുക്കുന്നത്. എനിക്കറിയാം അവർക്ക് പൈസ വേണ്ടതിൻ്റെ ആവശ്യം. ഡയാലിസിസ് രോഗികൾക്ക് ഞാൻ പണം കൊടുക്കും. പിന്നെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഞാൻ അമ്മയോട് പറയും, എനിക്ക് ഓരോ മാസവും എൻ്റെ അടുക്കലേക്ക് അർഹതപ്പെട്ട മക്കളെ അയക്കണമേ എന്ന് പറയും. അപ്പോൾ അമ്മ അർഹതപ്പെട്ട മക്കളെ അയക്കും. അങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യും. പിന്നെ ഇവിടെ വന്ന് ധ്യാനം കൂടി ഈ നേർച്ച വസ്തുക്കൾ എൻ്റെ കൈ കിട്ടിയണൊക്കെ പിന്നെ സകല കാര്യത്തിനും ഞാനത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രോഗം തന്നെയല്ല, അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാം ആ വസ്തുവിനകത്ത് ഞാൻ ഉപ്പിട്ട്, ഇവിടുത്തെ നേർച്ച ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ജപ്തി ഒഴിവാക്കി കിട്ടാൻ. അങ്ങനെ എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് മുൻപോട്ട് പോന്നു. പിന്നെ ജോസഫച്ചൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ക്ലാസ് മുടങ്ങാതെ കേൾക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കേൾക്കും. അങ്ങനെ ദൈവം തമ്പുരാൻ അങ്ങനെ ദൈവസ്നേഹത്തിൽ നിറച്ച് കൊണ്ടുപോകുന്നു. പിന്നെ മോളുടെ കാര്യം മോള് പറയും, കുഞ്ഞിൻ്റെ കാര്യം. കൃപാസന അമ്മയെ നന്ദി, ഈശോയെ നന്ദി. എൻ്റെ മോള് ജനിച്ചു കഴിഞ്ഞൊരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് സിവിയർ ഡീഹൈഡ്രേഷനായി. മോള് ലൈഫ് ലൈനിലായിരുന്നു, എൻ്റെ സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജായി വന്നു. അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന ദിവസവും ഞങ്ങൾ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം മോളുടെ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നോർമലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേയും ഞങ്ങൾ നോർമലാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മോള് നിർത്താതെ കരച്ചിൽ. 6-ാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടും അപ്പോൾ കരച്ചിലായിട്ട് ഞങ്ങളപ്പോൾ തിരിച്ച് പിന്നെയും ലൈഫ് ലൈനിലോട്ട് തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളുടെ pH വാല്യൂ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് 7.5 ആണ്. മോളുടെ pH വാല്യൂ 7 ആയി. 48 അവേഴ്സിൽ കൂടുതൽ എൻ്റെ കുഞ്ഞ് സർവൈവ് ചെയ്യത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു എവിടെ പോയാലും ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ, പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ കിംസിലോട്ട് കൊണ്ടുപോയിക്കോ, ബ്ലഡ് റിസൾട്ടൊക്കെ കുറച്ചും കൂടെ നേരത്തെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടർ ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ലൈഫ് ലൈനിലെ ഡോക്ടറിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കിംസിലെ ഡോക്ടറിലെ അവിടുത്തെ മെയിൻ ഹെഡ്. അപ്പോൾ അവിടോട്ട് ഞങ്ങളെ റെഫർ ചെയ്തു. അത് കഴിഞ്ഞ് മോളെ NICU ആംബുലൻസിലാണ് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മോളെ ഒരു ഐസൊലേറ്റഡ് NICUയിൽ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു മോളെ നീ കാശുരൂപം, അമ്മ അന്നേരം ഉടമ്പടിയിലായിരുന്നു, അമ്മ പറഞ്ഞു നീ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാം, മാതാവ് നിനക്ക് തിരിച്ചു തരും. 5 ദിവസമല്ലേ നമ്മൾ കുഞ്ഞിനെ കണ്ടുള്ളൂ. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ പറഞ്ഞു, അമ്മ തന്നെ പോയി വിശ്വാസത്തിൽ ഫസ്റ്റ് പ്രാർത്ഥിക്കാം. പിന്നെ ഞങ്ങൾ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുത്തു, കാരണം മോളെ പേരൻസിനെ മാത്രമേ കാണിക്കത്തുള്ളൂ. അങ്ങനെ അമ്മ കയറി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ 7th ഡേ ഞാനും എൻ്റെ ഹസ്ബൻഡും കയറുന്ന സമയത്ത് ഞങ്ങൾ കാശുരൂപം വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടുത്തെ നഴ്സുമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു മോളുടെ അടുത്ത് മാതാവ് ഇരുന്നോട്ടെ, അവൾക്ക് വ്യത്യാസം വരും. അപ്പോൾ ഡോക്ടർ അവരുടെ അടുത്തും പറഞ്ഞു അഥവാ ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് എന്തെങ്കിലും ക്ലീൻ ചെയ്യുവാണെങ്കിലും ഒന്ന് നോക്കിക്കൊണ്ടേ കാശുരൂപം പോവാതെ. അങ്ങനെ 7th ഡേ കിംസിലെത്തി. 2nd ഡേ മുതൽ ഞങ്ങൾക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. മോളുടെ pH ലെവൽ നോർമൽ ആവാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് തന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾ കിംസിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു 3-4 മാസം പുറത്ത് വീട് നോക്കിക്കോ, കാരണം മോള് ഡിസ്ചാർജ് ആവാൻ സമയമെടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോള് ബെറ്റർ ആവാൻ ഞങ്ങളവിടെ കിംസിൽ പോയിട്ടൊരു 7th ഡേ ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം, നിങ്ങളുടെ കുഞ്ഞിന് സംഭവിച്ചൊരു മിറാക്കിളാണ്. അപ്പോൾ ദൈവത്തിനോട് നന്ദി വിളക്കുക. അപ്പോൾ ഞങ്ങളും പറഞ്ഞു ഞങ്ങൾ നല്ല പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല ഡോക്ടറെ, എല്ലാ രീതിയിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്ന കുഞ്ഞാന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയുന്ന സമയത്തും ഡീറ്റെയിൽ ആയിട്ട് പറയും മാതാവ് എനിക്ക് തിരിച്ചു തന്ന കുഞ്ഞാണ്. അതന്നേരം അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും. പത്രം വാങ്ങാതെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും ഒന്ന് കേട്ട് നോക്ക്, എനിക്ക് തന്നെ ഉള്ള സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് എന്നാൽ. പിന്നെ 2ാമത്തെ സാക്ഷി എൻ്റെ എന്ന് പറയുന്നത്, എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ മെറ്റർണിറ്റി ലീവിലായിരുന്നു.
അപ്പോൾ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയമായപ്പോഴത്തേന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ടീം അവർ നിർത്തി. ഞാൻ ക്യാമ്പസ് ഹയറിങ്ങിലായിരുന്നു. അപ്പോൾ തിരിച്ചു ചെന്നപ്പോഴത്തേന് ആ ജോലി ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞ് വയ്യാതൊക്കെ ഇരിക്കുമെന്ന്, മീൻസ് നോർമലായി വരുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു ഇരുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും, ഞാൻ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്താലും മെറ്റർണിറ്റി ബ്രേക്ക് എന്ന് എനിക്ക് പറയാമല്ലോ. പക്ഷേ എനിക്ക് 1.5 വർഷം ഞാൻ ട്രൈ ചെയ്തു, കിട്ടിയില്ല. എനിക്ക് ഇൻ്റർവ്യൂസ് വരുന്നില്ല. ഞാൻ അമ്മയുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തും പറയുന്നത് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാലെങ്കിൽ എനിക്ക് മനസ്സിലാവും എന്തോ എൻ്റെ പ്രശ്നം, എവിടെ എനിക്ക് പറ്റുന്നത്. ഒരു ഇൻ്റർവ്യൂ കോള് പോലും വരാതിരുന്ന സമയത്ത് മാതാവ് എനിക്ക് അത്ഭുതകരമായി 1.5 വർഷത്തിന് ശേഷം നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. ഞാൻ HR-ലാണ്, പക്ഷേ പുറത്തുള്ള ആൾക്കാരുടെ ഡയറക്റ്റ് അടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലി മാതാവ് എനിക്ക് തന്നു അനുഗ്രഹിച്ചു. താമസിച്ചപ്പോഴും ദൈവവും മാതാവ് എനിക്ക് ഏറ്റവും നല്ല ജോലി തരാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വീട്ടിൽ ഇരുന്ന് പിന്നെ വേറെ ഞാൻ അന്ന് ഉടമ്പടിയിൽ വെച്ചതായിരുന്നു. HR-കാർക്ക് വളരെ കുറച്ച്, ഒരു 10% പോലും കിട്ടത്തില്ല വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി തരണം. അങ്ങനെ മാതാവ് എനിക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി, വല്ലപ്പോഴും എനിക്ക് ഓഫീസിൽ പോയാൽ മതി, അങ്ങനത്തെ ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് മോള് ജനിച്ചൊരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി നിന്നുപോയി, കോവിഡിൻ്റെ പ്രശ്നം തന്നെ. അങ്ങനെ 4 മാസം ശമ്പളം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തും എൻ്റെ ഹസ്ബൻഡ് അനുഗ്രഹം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും കാശുരൂപം വെച്ച് തന്നെയായിരുന്നു പ്രാർത്ഥിച്ചത്. അപ്പോൾ എൻ്റെയും അനുഗ്രഹിൻ്റെയും ഇൻ്റർവ്യൂസ് എല്ലാം വളരെ എളുപ്പമായിരുന്നു. എൻ്റെ ആണെങ്കിൽ ഒറ്റ റൗണ്ടേ ഉള്ളായിരുന്നു. സീനിയറായിട്ടുള്ള ഒരാൾ വന്നു, ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഒരു റൗണ്ടും കൂടെ കാണും. പക്ഷേ ആൾ പറഞ്ഞു ഇല്ല, ഈ ഒരു റൗണ്ടേ ഉള്ളൂ, അനൂപ സെലക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു ഓഫർ ലെറ്റർ എൻ്റെ കിട്ടുമായിരുന്നു. അനുഗ്രഹനാണെങ്കിലും ആൾ എൻജിനീയറിംഗ് ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് കുറേ ടഫായിട്ടുള്ളത് വരും. അപ്പോൾ കുറേ പഠിക്കണം അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും. പക്ഷേ അതും ആളിന് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചോദിച്ച് അധികം ടെക്നിക്കലും അല്ലാത്ത രീതിയിൽ 3 റൗണ്ട് ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവ് എളുപ്പമാക്കി തന്നു. കാശുരൂപം വെച്ചായിരുന്നു ഞങ്ങൾ 2 പേരും ഇൻ്റർവ്യൂവിന് കയറുന്നത്. എല്ലാത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 8-ാം അധ്യായം 5-ാം തിരുവചനം. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. ഈശോയെ ഉണർത്തുവാൻ വേണ്ടി നാം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. ജോസഫ് അച്ഛൻ നമ്മോട് ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവത്തിന് നിന്നെക്കൊണ്ട് എന്തുപകാരം എന്ന് അച്ഛൻ എപ്പോഴും നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ചോദ്യം അച്ഛൻ എപ്പോഴും നമ്മോട് ചോദിക്കുന്നുണ്ട്. നാം വിശേഷവിധിയായി എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെല്ലാം തന്നെ പാപികളും മറ്റു മതസ്ഥരുമെല്ലാം ചെയ്യുന്നതിലപ്പുറം നീ എന്താണ് ചെയ്യുന്നത്, വിശേഷവിധിയായി ചെയ്യുന്നതെന്നാണ് ഈശോ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം. നമുക്കെപ്പോഴും അതിനൊരു ഉത്തരമുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്ന പല രീതികൾ, മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാൻ ഈശോയെ സ്നേഹിക്കുന്ന രീതികളെക്കുറിച്ചാണ് നാം എപ്പോഴും ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ പറയുന്നത്. ഇവിടെ ലാലി തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇവർ വളരെ ദൈവസ്നേഹത്തിൽ അടിയുറച്ച ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ വഴക്കിനോ തർക്കത്തിനോ പോകുവാൻ അവർക്ക് താല്പര്യമില്ല. ലാലി നമ്മോട് പങ്കുവച്ചത് ഇതാണ്, ഞങ്ങളുടെ തന്നെ വസ്തുവകയായിട്ടുള്ള ഒരു ആധാരത്തിൽ ഡോക്യുമെൻറ്റിൽ ഞങ്ങൾക്ക് സ്ഥലമുള്ള ഒരു വക അടുത്തുള്ള വീട്ടുകാർ അത് അവർ കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇവർ വഴക്കിനൊന്നും പോകുന്നില്ലായിരുന്നു. അവർ പരിശുദ്ധ അമ്മയോട് വളരെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഈ സഹോദരി വന്ന് ഒരു റീസർവേ കൊടുക്കാമെന്ന് ആഗ്രഹിച്ചപ്പോൾ സഹോദരി മനസ്സിലാക്കിയത് ഈ വർഷം ഇവിടെ റീസർവേ ഇല്ല. പക്ഷെ പരിശുദ്ധ അമ്മ നമുക്കറിയാം, ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരമ്മയാണ്, നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ഒരമ്മയാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. 1 വർഷത്തെ ഡ്യൂറേഷനുള്ള ആ ഒരു സംഭവം പരിശുദ്ധ അമ്മ അത് വളരെ ചുരുക്കി ഉടൻ തന്നെ ഇവർക്ക് വേണ്ടി ഓഫീസ് തുറക്കുകയും റീസർവേ നടത്തുകയും ഇവരുടെ ഡോക്യുമെൻറ്റിൽ ഇവരുടെ ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ആ ഒരു അസ്വസ്ഥത അവരിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തു. പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുമ്പോൾ നമുക്കുള്ള എല്ലാ അസ്വസ്ഥതകളും ഒരു ചെറിയ ഒരു വിഷമം പോലും പരിശുദ്ധ അമ്മ എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കുകയും നമുക്ക് വേണ്ടി ഒരു അഭിഭാഷകയായി നിൽക്കുകയും സഹരക്ഷയായി എപ്പോഴും നിലനിൽക്കുന്ന ഒരു വലിയ ഫാക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ ഈ സഹോദരിക്കൊരു കൈക്കുഴയിലൊരു മുഴയുണ്ടായിരുന്നത് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് ഈ സഹോദരി നടത്തി. ഇവരുടെ കുടുംബത്തിൽ അങ്ങനെയാണിപ്പോൾ ഇവരുടെ ജീവിത രീതി. അസുഖങ്ങൾ വരുമ്പോഴെല്ലാം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവരുടെ എല്ലാ അസുഖങ്ങളുടെയും സൗഖ്യം ഇവർക്ക് ലഭിക്കുന്നതെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. അവർക്ക് 16 ലക്ഷം രൂപയുടെ ഒരു വലിയ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയ ജപ്തിയുടെ ഒരു സങ്കടം അവർക്കുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അത് പെട്ടെന്ന് എടുത്തു മാറ്റാനായി ഒഴിവാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ തന്നെ ഇവരുടെ കണ്ട ഈ കുഞ്ഞ് 5 ദിവസം ജനിച്ചതിന് ശേഷം 5 ദിവസം കഴിഞ്ഞപ്പോൾ 48 മണിക്കൂറാണ് ഈ കുഞ്ഞിന് ജീവൻ പറഞ്ഞത്. ഈ അമ്മ വളരെ സങ്കടത്തോടുകൂടി നമ്മോട് ഏറ്റുപറയുകയായിരുന്നു. ആരെല്ലാം കൈവിട്ടാലും ഈശോയുടെ തിരുരക്തം നമ്മുടെ സിരകളിലെല്ലാം ഒഴുകുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ജീവൻ നൽകിയിരിക്കുന്നത് ഈശോ മാത്രമാണ്. ഇന്ന് ഈ കുഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ ഓടിച്ചാടി ഇന്ന് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത് ജീവൻ്റെ തുടിപ്പ്, ഈശോയുടെ ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു വലിയ സാക്ഷ്യമായിട്ടാണ്. ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ സുലഭമായി നൽകാനാണെന്നാണ് ഈശോ പറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ഇവർക്ക് ഈ മകൾക്ക് HR ആയിട്ടൊരു വലിയ നല്ല പോസ്റ്റ് നൽകി. അത് ഒരു 1.5 വർഷത്തിന് ശേഷം ഉണ്ടായിരുന്ന മെറ്റേണിറ്റി ലീവിന് ശേഷം ജോലി ലഭിക്കില്ല എന്ന് തോന്നിയപ്പോൾ ആ മകൾക്ക് ലഭിച്ച വലിയൊരു ഓഫറാണ്. ഹസ്ബൻഡിനും മകൾക്കും നല്ല ഒരു ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു. ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഓരോ ജീവിത സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റുപറയുന്നത്. അല്പം സമയം വൈകിയാൽ നമുക്ക് കിട്ടുന്നത് വലിയ ഓഫറാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും, ജോലിയില്ലാത്ത മക്കളെയും, വിദേശത്തായിരിക്കുന്ന മക്കളെയും, ജോലിക്കായി കാത്തിരിക്കുന്ന മക്കളെയും, നോക്കാൻ ആരുമില്ലാത്ത മാതാപിതാക്കളും മക്കളും നഷ്ടപ്പെട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും. പേര് ലാൽ ജോൺ. ഞാൻ UAE അബുദാബിയിൽ നിന്ന് വരുന്നു. എൻ്റെ സ്ഥലം ഇവിടെ പുന്നപ്രയാണ്. ആലപ്പുഴയിലെ പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഏകദേശം 28 വർഷമായിട്ട് UAE അബുദാബിയിൽ ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ഭാര്യ, എൻ്റെ മകൾ. എനിക്കൊരു മകൻ കൂടിയുണ്ട്. മകന് വയറിന് ചെറിയ പ്രശ്നമായതുകൊണ്ട് അവനെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ സാധിച്ചില്ല. ഞാൻ വന്നിരിക്കുന്നത് 2 സാക്ഷ്യങ്ങൾ പറയാനായിട്ടാണ്. ഒന്ന്, എൻ്റെ വൈഫ് നേരത്തെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ എൻ്റെ വൈഫ് വന്നിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതുമാണ്. അത് എൻ്റെ മകളുടെ പഠനസംബന്ധമായൊരു കാര്യമായിരുന്നു. അതായത് അവളിപ്പോൾ MBBS പഠിക്കുകയാണ്. ബൾഗേറിയയിൽ വാർണ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കുകയാണ്. ഈ 2 വർഷം മുമ്പ് അവളുടെ ബൾഗേറിയയിലേക്കുള്ള വിസ പ്രോസസ്സിങ്ങിൽ കുറച്ച് കാലതാമസം വരികയും അതിനുവേണ്ടി ഞങ്ങൾ അമ്മയോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതായത് ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾ അവളുടെ വിസ പ്രോസസ്സിങ്ങിന് കൊടുത്തത്. സാധാരണ രീതിയിൽ 1 മാസം കൊണ്ട് അത് ശരിയാവേണ്ടതാണ്. പക്ഷേ അവളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാരിയുടെ അത് ശരിയായി, ഒരുമിച്ച് അവർ കൊടുത്തതെന്നാണ്. അവളുടെ കൂട്ടുകാരിയുടെ ശരിയായി. പക്ഷേ എൻ്റെ മോളുടെ മാത്രം കുറച്ച് കാലതാമസം വന്നു. ആ കൂട്ടുകാരുടെ ശേഷവും പിന്നെയും 10-15 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ വിസ അതുവരെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അമ്മയോടൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഈ ഡേറ്റ് ഇടുന്നത് ഏകദേശം ഡിസംബർ 3-നോ 4-നോ മറ്റുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം തീയതിയാണ് തോന്നുന്നു ഞങ്ങൾ ഡേറ്റ് ഇടുന്നത്. ആ ഡേറ്റ് ഇടുന്നത് ഞങ്ങൾ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഭാര്യയാണ് എന്നോട് പറഞ്ഞത്, നമുക്ക് ഒരു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം, അതായത് ഡിസംബർ 7-ാം തീയതി മകൾ അവിടെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ അമ്മ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാനപ്പോൾ ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കും? ഇപ്പം 3-4 ദിവസമല്ലേ ഉള്ളൂ, ഈ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇതെല്ലാം സാധിക്കുക? അവിടെ വിസ അപ്രൂവ് ആകണം, അവളെ നമ്മൾ അങ്ങോട്ടേക്ക് വിടണം, ഇതെല്ലാം കൂടെ സാധിക്കും. അപ്പോൾ വൈഫാണ് ഉറപ്പ് പറഞ്ഞത്, അമ്മ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ കൃത്യം അടുത്ത ദിവസം തന്നെ എനിക്ക് ബൾഗേറിയൻ എംബസിയിൽ നിന്ന് കോൾ വന്നു, നിങ്ങളുടെ വിസ അപ്രൂവ് ആയിരിക്കുന്നു. അത് ആ ദിവസം തന്നെ, അത് ഏകദേശം ഉച്ച സമയത്താണ് എനിക്ക് കോൾ വരുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം പോയി വിസ റിസീവ് ചെയ്യാനുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ദിവസം 5-ാം തീയതി അത് ബൾഗേറിയൻ എംബസി അവധിയുമാണ്. അതുകൊണ്ട് തന്നെ 6-ാം തീയതിയാണ് എനിക്ക് അവിടെ പോയി ഈ വിസ റിസീവ് ചെയ്യാൻ സാധിച്ചത്. കൃത്യമായിട്ട് ആ ദിവസം തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായ ഡിസംബർ 7-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് എൻ്റെ മകൾ ബൾഗേറിയയിലെ യൂണിവേഴ്സിറ്റിയിൽ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഇതായിരുന്നു എൻ്റെ ഭാര്യ പറഞ്ഞ സാക്ഷ്യം. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളെല്ലാം ഒരു ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഞാനിപ്പോൾ യിൽ നിന്ന് അവധിക്ക് വന്നിട്ട് ഏകദേശം 2 ദിവസമേ ആയിട്ടുള്ളൂ. 2 ദിവസം മുമ്പാണ് ഞാൻ എത്തിയത്. വന്ന ഉടനെ അമ്മയുടെ സാക്ഷ്യം പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ സാധാരണ UAE സ്കൂളുകൾക്ക് അവധി വരുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ആ സമയത്താണ് ഞങ്ങൾ സാധാരണ ഇവിടേക്ക് ലീവിന് വരുന്നത്. കുടുംബത്തിൽ ഇവിടെ നാട്ടിലേക്കൊക്കെ വരുന്ന ഒരു സമയം അതാണ്. ആ സമയത്താണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ എൻ്റെ വിസ അല്ലെങ്കിൽ എൻ്റെ കോൺട്രാക്റ്റ് 2 വർഷം കൂടുമ്പോൾ അവിടെ പുതുക്കുന്ന ഒരു പരിപാടിയുണ്ട് UAE എല്ലാ എംപ്ലോയീസിനും. അപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ ഇപ്പോഴത്തെ വിസ റിന്യൂ ചെയ്യേണ്ടിരുന്നത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. ഓഗസ്റ്റ് 16-ാം തീയതി വിസ റിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ പിന്നെ വന്നു പോകാനുള്ള സമയമില്ല. കാരണം മകൻ്റെ സ്കൂൾ തുറക്കുന്നത് ഏകദേശം ഓഗസ്റ്റ് അവസാനമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് അവധിക്ക് അധിക ദിവസം നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഞങ്ങൾ ജൂലൈ മാസം തന്നെ ഈ വിസ പുതുക്കാനുള്ള രീതി ഞാൻ കമ്പനിയിൽ പറഞ്ഞത് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ ഞാൻ ജൂൺ അവസാനം തന്നെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ലീവിന് പോകുന്നത് കൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് വിസ കോൺട്രാക്റ്റ് പുതുക്കി തരണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു കമ്പനിയിൽ. അവരതനുസരിച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവർ പറഞ്ഞത് എന്തോ തടസ്സം നേരിടുന്നു എന്നാണ് പറഞ്ഞത്. ആ പുതുക്കുന്നതിന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ തടസ്സമെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തടസ്സമെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം അമ്മയുടെ ഉടമ്പടി എന്ന കാര്യമാണ്. അപ്പോൾ അമ്മയുടെ ഉടമ്പടി എൻ്റെ മനസ്സിൽ വരികയും ജൂൺ 30-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ ദൈവങ്ങളെല്ലാം ഞാൻ സമർപ്പിച്ചുകൊണ്ട് ജൂൺ 30-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഏകദേശം 1 മാസം, ജൂലൈ മാസം 1 തൊട്ട് 31 വരെ ഞാനിങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് മറുപടിയും വന്നിരുന്നില്ല. അത് തടസ്സം നിലനിൽക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഈ ജൂലൈ 31-ാം തീയതി ഞാൻ വീണ്ടും അമ്മയ്ക്കൊരു ഡേറ്റ് കൊടുത്തു, ഒരു തീയതി. എൻ്റെ മകള് പോകാൻ വേണ്ടി ഞങ്ങൾ ഡേറ്റ് കൊടുത്തിരുന്നത് പോലെ എൻ്റെ കാര്യത്തിനും ഞാൻ അമ്മയ്ക്കൊരു ഡേറ്റ് കൊടുത്തു. ഓഗസ്റ്റ് 5 എന്ന് പറയുന്ന തീയതിയാണ് ഞാൻ കൊടുത്തത് അമ്മയ്ക്ക്. അമ്മയോട് പറഞ്ഞു ഓഗസ്റ്റ് 5-ാം തീയതി എൻ്റെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവണം. ഈ പറഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അമ്മയുടെ തിരുനാളം ആളിക്കത്തി അമ്മയുടെ രൂപം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് എനിക്ക് കൃപാസനം അമ്മയുടെ രൂപമല്ല ലഭിച്ചത്, പകരം കൈനീട്ടി നിൽക്കുന്ന അമലോദ്ഭവ അമ്മയുടെ രൂപമാണ് എനിക്ക് കിട്ടിയത്. ഞാനത് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങളുടെ അവിടെ അങ്ങനെയുള്ള രൂപമൊന്നും ഇരിപ്പില്ല, അങ്ങനെ ഒരു രൂപത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചിന്തയുമില്ല. പക്ഷേ ആ നാളത്തിൽ ഞാൻ കണ്ടു. ഞാൻ പിന്നെ കണ്ണടയ്ക്കുമ്പോഴെല്ലാം ശരിയായ ആ രൂപമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, അമലോദ്ഭവമ്മയുടെ രൂപമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ കൊടുത്ത ഡേറ്റിനെ എൻ്റെ അമ്മ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. രണ്ടാമത് അതിനുശേഷം ഞാൻ ഉടമ്പടി ഉപ്പ് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്ന ഓഫീസിലും എല്ലാം ഞാൻ ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അമ്മ മറ്റൊരു രീതിയിലൂടെ എനിക്കൊരു കാര്യം ഉറപ്പിച്ചു തന്നു. കാരണം ഞാൻ സാധാരണ രീതിയിൽ സാക്ഷ്യങ്ങൾ കേട്ട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ എടുക്കുന്ന സാക്ഷ്യങ്ങൾ, ഈ ഉടമ്പടി ഉപ്പിട്ടതിന് ശേഷം ഞാൻ എടുക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ഉപ്പുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളാണ്. കണ്ടിന്യൂസ് ആയിട്ട് ആ സാക്ഷ്യങ്ങൾ വരുന്നു. അമ്മ കൂടെ ഉണ്ട് എന്നത് ഞാൻ അതിലൂടെ രണ്ടാമത് ഉറപ്പിച്ചു. മൂന്നാമത് ശരിയായ കൺഫർമേഷൻ അമ്മ തന്നത് ഞാനിട്ട ഡേറ്റിൻ്റെ 5-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റിലാണ്. അന്ന് ഞാൻ ഓഫീസിലിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് അവരോട് ഇടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട്. അവർ പറയുന്നു ശരിയാകുമ്പോൾ പറയാം എന്നാണ് പറയുന്നത്. 5-ാം തീയതി ഏകദേശം ഉച്ച കഴിഞ്ഞ് എൻ്റെ ഓഫീസിലെ ഒരാൾ വന്നു എൻ്റെ പുതിയ കോൺട്രാക്റ്റ് എൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇത് ഒപ്പിട്ട് തരാൻ പറഞ്ഞു.
ഞാനിത് ഒപ്പിടുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഇന്ന് 5-ാം തീയതിയാണ്, ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഡേറ്റിൻ്റെ ദിവസമാണ്. ഞാൻ പെട്ടെന്ന് അത് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ ഒരു വലിയ ക്ലോക്ക്, വൃത്താകൃതിയിലുള്ളൊരു വലിയ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ ആ ക്ലോക്കിൽ നോക്കാറില്ല, കാരണം ഞാൻ സമയം നോക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടറിലോ അതല്ലെങ്കിൽ എൻ്റെ മൊബൈലിലോ, അങ്ങനെയാണ് ഞാൻ സമയം നോക്കാറുള്ളത്. പക്ഷേ ഞാൻ സാറിന് നോക്കാറില്ല. പക്ഷേ ഇത് ഒപ്പിട്ട് കൊടുത്ത നിമിഷം ആരോ എന്നോട് പറഞ്ഞു, നീ ക്ലോക്കിലേക്കൊന്ന് നോക്ക്. ഞാൻ നോക്കി, അതിൽ ചെറിയ സൂചിയും വലിയ സൂചിയും, അതായത് 4:25 എന്ന് പറയുന്ന സമയത്തിലാണ് അത് നിൽക്കുന്നത്. അത് ആ ചെറിയ സൂചിയും വലിയ സൂചിയും ഏകദേശമല്ല, വലിയ സൂചി ശരിയായിട്ടും ചെറിയ സൂചി തൊട്ടടുത്തുമായിട്ട് 5 എന്ന അക്കത്തിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ, ഞാൻ മൂന്നാമത് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, ഞാനിനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ ചെന്നു. അന്നത്തെ ദിവസവും ഇല്ല. രണ്ടാമത്തെ ദിവസം 7-ാം തീയതി എൻ്റെ അവിടെ നിന്ന് കോൾ വന്നു, നീ നിൻ്റെ ICP എന്ന് പറയുന്നത് അവിടെ ഇതിൻ്റെ വിസയും എമിറേറ്റ്സ് ഐഡിയൊക്കെ റിന്യൂ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനിലാണ് നമുക്ക് സാധാരണ ഇത് റിന്യൂ ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നത്. അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്തു. ആ ഒരു 2 വർഷത്തേക്ക്, അടുത്ത 2 വർഷത്തേക്ക് അത് എൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയതായി ഞാൻ കാണുകയും ചെയ്തു. ആ നിമിഷം തന്നെ എൻ്റെ മുട്ടുകൾ മടക്കി, എൻ്റെ തലകൾ നിലത്ത് മുട്ടിച്ച് പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ നന്ദി, തിരുക്കുമാരൻ വഴി അമ്മ നൽകിയ ആ അനുഗ്രഹത്തിന് അമ്മയോട് കോടാനുകോടി നന്ദി ഞാൻ അർപ്പിച്ചു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്, ഈ പറയുന്ന ഞങ്ങളുടെ വിസ റിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ എമിറേറ്റ്സ് ഐഡി കയ്യിൽ കിട്ടണമെങ്കിൽ ഒരു 5-6 ദിവസം എടുക്കും. അതിന് കാരണം അത് ദുബൈയിൽ നിന്നാണ് വരുന്നത്, പോസ്റ്റിലാണ് വരുന്നത്. നമുക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല, നമുക്ക് പോയി മേടിക്കാൻ പറ്റില്ല. അവർ പോസ്റ്റിലാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങളിപ്പോൾ ഇതിനു കൊണ്ട് തന്നെ ഒരുപാട് താമസിച്ചു. ഞങ്ങൾ ഇവർ വരാൻ ഒരുപാട് താമസിച്ചു. അപ്പോൾ ഇത് കിട്ടുന്നവരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും താമസിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമേ അവധിയായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അതും ഞങ്ങൾ അമ്മയെ ഏൽപ്പിച്ചു. ഇത്രയും ഈ കാര്യങ്ങൾ സാധിച്ചെന്ന അമ്മ അതിനൊരു പരിഹാരം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിങ്കളാഴ്ച 11-ാം തീയതിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. രാത്രി ആ ദിവസം രാവിലെ എൻ്റെ PRO വിളിച്ച് പറയുന്നു, നിൻ്റെ എമിറേറ്റ്സ് ഐഡി കിട്ടി, ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്തിച്ചു തരാമെന്ന്. കാരണം ഞാൻ അന്നോട്ട് ലീവാണ്. വീട്ടിലെത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വരുന്നതിൻ്റെ ദിവസം വൈകുന്നേരം ഞങ്ങൾ പോരുന്നതിന്, ഞങ്ങൾ 9 മണിക്കാണ് എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നത്. ഞങ്ങൾ പോരുന്നതിന് മുമ്പ് 6 മണിക്ക് ആ ഒറിജിനൽ എമിറേറ്റ്സ് ഐഡി എൻ്റെ കൈ കിട്ടി. അതുകൊണ്ടെങ്കിൽ മാത്രമേ സാധാരണ രീതിയിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ ഈ ഒറിജിനൽ എമിറേറ്റ്സ് ഐഡി കാണിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാകും. പക്ഷേ അതും എൻ്റെ അമ്മ വളരെ പെട്ടെന്ന് 2, 5, 6 ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യം 2, 3 ദിവസം കൊണ്ട്, സമയച്ചുരുക്കത്തിന് അമ്മ എന്ന് പറയുന്നതിൽ യഥാർത്ഥ കാര്യം അതാണ്, 2, 3 ദിവസം കൊണ്ട് സാധിച്ചു തന്നു. ആ എമിറേറ്റ്സ് ഐഡി എനിക്ക് കിട്ടുകയും ചെയ്തു. ഇതാണ് എൻ്റെ ആ രണ്ടാമത്തെ സാക്ഷ്യം. ഇനിയുള്ളത് എൻ്റെ മോളെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. അവളുടെ ഈ പറഞ്ഞ 2-ാം വർഷത്തിലെ ചില പരീക്ഷകളിൽ വന്ന ചില പ്രശ്നങ്ങൾ, അവൾ എങ്ങനെയാണ് അമ്മയിൽ ആശ്രയിച്ചത്. അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ ഉടമ്പടിയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ്. എൻ്റെ മകളും ഇപ്പോൾ അവിടെ ബൾഗേറിയയിൽ പള്ളിയിൽ അവൾ വായിക്കുന്നുണ്ട്, ഗായക സംഘത്തിലെ അംഗമാണ്. അപ്പോൾ അവളും അമ്മയെ ചേർത്ത് പിടിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞാനെപ്പോഴും മോളോട് പറയാറുണ്ട്, നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം നീ അവിടെ എത്തിയതുകൊണ്ട് നിനക്കൊന്നുറപ്പിക്കാം, നിൻ്റെ അമ്മ നിന്നെ കൈപിടിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ഭയവും വേണ്ട, നിൻ്റെ കൂടെ എല്ലായ്പ്പോഴും അമ്മയുണ്ട് എന്ന് ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞാണ് അവളവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അമ്മ ഏത് പ്രതിസന്ധി വരുമ്പോഴും അവൾ അമ്മയെ മുറുകെ പിടിക്കാറുണ്ട്. ശരിക്കും അവളുടെ പരീക്ഷകളിൽ വന്ന ചില പ്രശ്നങ്ങളിൽ ആ അമ്മ എങ്ങനെ അവളെ സഹായിച്ചു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ അവൾ ഉടമ്പടി എടുക്കാത്തത് കൊണ്ട് അവൾക്കത് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. അത് ഞാൻ വിശദീകരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോയെന്നും എനിക്ക് സംശയമുണ്ടെങ്കിലും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി അത് പറയുകയാണ്. അവളുടെ ഈ 2-ാം വർഷ പരീക്ഷയിൽ, അവസാന പരീക്ഷയിൽ ഇപ്പോൾ അവിടെ അവധിയാണ്, 2-ാം വർഷം കഴിഞ്ഞ് അവധിയാണ്. ഇനി അവൾ 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ് സെപ്റ്റംബറിൽ. ഈ 2-ാം വർഷത്തെ പരീക്ഷയിൽ ഫിസിയോളജി, അതുപോലെ തന്നെ സൈറ്റോളജി, അനാട്ടമി, ഫിസിയോളജി, അനാട്ടമി, ഇങ്ങനെ 2 പരീക്ഷകളിൽ. അതിൽ ഫിസിയോളജി പരീക്ഷയിൽ ഇവിടെ ഓറൽ സെക്ഷനിൽ ഇവർ സാധാരണ 10-200 ടോപ്പിക്കുകളുണ്ട്. അത് നറുക്കെടുക്കുന്നത് പോലെ ഇവരെ കൊണ്ട് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ടോപ്പിക്ക് ഇവരെടുക്കണം, അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതണം. ഇതാണ് അവരുടെ ഫിസിയോളജിയിലെ ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. എൻ്റെ മകൾ ഇതുപോലെ 2 എടുത്തു. അവളത് തുറന്നു നോക്കി. ഒന്ന് അവൾക്ക് വളരെ നന്നായി അറിയാവുന്നതാണ്,
രണ്ടാമത് നോക്കിയപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല, ഒന്നും അറിഞ്ഞുകൂടാ, എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല, എന്താണ് അവൾക്ക് കിട്ടിയെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അവൾക്ക് യാതൊരു ഭയവും തോന്നിയില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വൈഫ് ഉടമ്പടിയതിന് ശേഷം എൻ്റെ മകൾക്ക് പരീക്ഷയിൽ ഭയമെന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ 10ാം ക്ലാസ്സിലും +2 അതുപോലെ പഠിക്കുമ്പോഴെല്ലാം അവൾക്ക് ഭയമെന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി അനുഗ്രഹത്തിന് ശേഷം അവളുടെ ആ ഭയമെല്ലാം അവളെ വിട്ടുപോയി. ഇപ്പോൾ അങ്ങനെ ഭയമൊന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്ന 2 വർഷത്തെ പരീക്ഷകൾ എഴുതുമ്പോൾ അവൾ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് യാതൊരു തരത്തിലുള്ള ഭയവും അനുഭവപ്പെടാറില്ല, അമ്മ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഭയവും അനുഭവപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ അവൾ ഈ പറയുന്ന ഒന്നും മനസ്സിലാകാത്ത ഒരു പോർഷൻ കിട്ടിയപ്പോൾ പോലും അവൾ പറഞ്ഞു, എനിക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും ഉണ്ടായില്ല. എനിക്ക് കിട്ടിയ ആദ്യത്തെ ഇത് എനിക്ക് നന്നായി അറിയാവുന്നത് ഞാൻ വളരെ നന്നായി എഴുതി തുടങ്ങി. അത് എഴുതി തീരാറായപ്പോഴേക്കും അവരുടെ ഹെഡ് അവിടെ എക്സാം ഹാളിലേക്ക് വരുന്നു. അയാൾ പറയുന്നു, നിങ്ങൾ എടുത്തതിൽ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് മാറിപ്പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് മറ്റൊരെണ്ണം സെലക്ട് ചെയ്യണം. അതവർ തിരിച്ചു മേടിച്ചു. അതായത് എൻ്റെ മോളെടുത്തിരുന്ന് അവൾക്ക് അറിയാൻ വയ്യാത്ത അവർ തിരിച്ചു മേടിച്ചു. അവൾക്ക് അറിയാവുന്ന, ഏറ്റവും നന്നായി അറിയാവുന്നത് അവൾക്ക് ലഭിച്ചു. അങ്ങനെ 2 എഴുതി 6ൽ 5 എന്ന് പറയുന്ന സ്കോറോടുകൂടി അവൾ ആ പരീക്ഷ വിജയിക്കുകയും ചെയ്തു. രണ്ടാമത് അവൾക്ക് സൈറ്റോളജി എന്ന് പറയുന്ന അനാട്ടമി പരീക്ഷയിൽ ഇതുപോലെ തന്നെ ഓറൽ സെക്ഷനുണ്ട്. ആ പരീക്ഷയിൽ ഓറൽ സെക്ഷനിൽ അവൾ ഈ സലൈവ ഗ്ലാൻസിനെ കുറിച്ചുള്ള ഒരു സംഗതിയാണ്. അതിൻ്റെ അവൾക്കെല്ലാം അറിയാം, നന്നായിട്ട് അവൾ പറഞ്ഞു. പക്ഷേ അവരുടെ ഹെഡ് ചോദിച്ച ഒരു ചോദ്യം, അത് ഈ സലൈവ ഗ്ലാൻസ് സെക്യൂരിറ്റി ചെയ്യുന്നത് എങ്ങോട്ടാണ്, അങ്ങനെ എന്തോ ഒരു കാര്യമാണ്. അതായത് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ മോൾക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും വളരെ അവൾക്ക് തീരെ അറിയാൻ വയ്യാത്ത, അവൾ ഒരിക്കലും വായിച്ചിട്ടില്ലാത്ത, അവൾ ഒരിക്കലും ഒരു മനസ്സിൽ ശരിക്കും അറിഞ്ഞേ കൂടാത്ത ആ ഒരു സംഭവം അവൾക്ക് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, തൊട്ടടുത്ത് നിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവൾ ഹെഡിന് മുന്നിൽ, നമ്മൾ പറയാറുണ്ടല്ലോ പരിശുദ്ധാത്മാവ് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും പറയുന്നതെല്ലാം ശരിയാണ്. അതുപോലെ തന്നെ ആ പരീക്ഷയും അവൾ ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അത് പറയുകയും ആ പരീക്ഷയും അവൾ നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ. ഈ ഇത്രയും അനുഗ്രഹങ്ങൾ, ഇനിയുള്ള സാക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് നിയോഗങ്ങളുണ്ട്. ഇതിനെല്ലാം വീണ്ടും വീണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ എത്തിച്ച് അനുഗ്രഹിക്കണമെന്നാണ് ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും പരമോന്നത തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു. ഒരു കാര്യം ഞാൻ എപ്പോഴും അറിയാറുണ്ട്, നമുക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധി എന്ന് പറയുന്നത്, ചില പ്രതിസന്ധികൾ നമുക്ക് നേരിട്ട് നമുക്ക് തന്നെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും. രണ്ടാമത് മറ്റവരുടെ സഹായത്തോടെ ചിലപ്പോൾ നമ്മളതിനെ അതിജീവിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോഴും ഇതിൻ്റെ പിന്നിലുള്ള ദൈവകൃപ, അത് നമ്മൾ ദൈവമാർഗത്തിൽ ചരിക്കുന്നവരാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും ശ്രദ്ധിക്കാറില്ല, അതിനെക്കുറിച്ച് നന്ദി പറയാറില്ല, അതിനെക്കുറിച്ച് അങ്ങനെ അധികം ആലോചിക്കാറില്ല. ചെറുതായിട്ടൊരു നന്ദിയൊക്കെ പറയും, അവിടെ അവസാനിക്കും. പക്ഷേ അല്ല, ദൈവം നമുക്ക് തരുന്നൊരു അവസരമാണത്. നിൻ്റെ എല്ലാ കാര്യത്തിലും, നിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എൻ്റെ കൃപ നിന്നോട് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ചില അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരാളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അങ്ങനെ ഒരു അവസരം വരും. അപ്പോഴേ അവർ അറിയൂ, എൻ്റെ ഒന്നുമല്ല, അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ്, നമ്മുടെ മെറിറ്റ് കൊണ്ടൊന്നും ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും പരിഹരിക്കാനാവാത്ത ചില കാര്യങ്ങൾ, നമ്മുടെ മെറിറ്റിലില്ലാത്ത കാര്യങ്ങൾ, ബട്ട് ബൈ ഗ്രേസ്, ആ ഗ്രേസിലൂടെ മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആ അത്യുന്നത വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരുന്നത്. ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ വന്നിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്രങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഞാൻ ചെയ്യുന്ന അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബസമേതം കാണും. രാവിലെ തന്നെ എഴുന്നേറ്റ് 5:30 തന്നെ, അവിടുത്തെ 5:30 ഞങ്ങൾ എഴുന്നേറ്റ് ഉടമ്പടി ഡെയിലി ബ്രെഡ് കൂടും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതുപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്ന ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ, പരമാവധി സാക്ഷ്യങ്ങൾ എപ്പോഴെല്ലാം സമയം കിട്ടുമോ അപ്പോഴെല്ലാം സാക്ഷ്യങ്ങൾ കേട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുർബാന ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്, അവിടെ അബുദാബിയിൽ. അതുകൊണ്ട് തന്നെ കുർബാന ഒരു ദിവസവും മുടങ്ങാറില്ല. രാവിലെ 6-6:30 കുർബാനയ്ക്ക് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും പോകാറുണ്ട്. കുർബാന പരമാവധി മുടക്കാറില്ല.
ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയാനായിട്ട് ഞങ്ങളവിടെ പുറത്തായിരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് അവിടെ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കുറവാണ്. എങ്കിലും ഞങ്ങൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ, അതായത് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ വിശ്വസ്തമായ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന പല സഹായ അപേക്ഷകളും കാണുമ്പോൾ അതിൽ നമുക്ക് നന്നായി വളരെ വേണ്ടതാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും ആ അക്കൗണ്ടുകളിലേക്ക് നമ്മളെ കഴിയുന്ന പണം അയച്ച് സഹായിക്കാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം തിരുവചനം. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈശോ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: നാളെയെക്കുറിച്ച് നിങ്ങൾ ഒട്ടും തന്നെ വ്യാകുലരാകേണ്ട. ഇന്നത്തെ വ്യാകുലകൾ തന്നെ ഇന്നത്തേക്ക് മതിയാകും. പിന്നെ ഈശോയുടെ പരിപാലന ഈശോ നമ്മെ അറിയിക്കുന്നത് എങ്ങനെയാണ്? വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവർ ഒട്ടും നൂൽ നിൽക്കുന്നില്ല, പക്ഷേ അവർ എത്രയോ മനോഹരമായിട്ടാണ് ആ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. ആകാശത്തിലെ പക്ഷികളെ നോക്കുന്ന അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷേ അവയെ ദൈവം തീറ്റി പോറ്റുന്നു, പരിപാലിക്കുന്നുവെന്ന്. അവയേക്കാൾ വളരെയേറെ വിലപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ ലാൽ ജോൺ ഫാമിലി ഇവിടെ വന്ന് അബുദാബിയിൽ നിന്ന് വന്നുകൊണ്ടാണ് സാക്ഷ്യം പറയാനായി ഇവിടെ എത്തിയത്. അവരുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണേ എന്നുള്ളതായിരുന്നു. ആ മനോഹരമായ പ്രാർത്ഥന, പെട്രോൾ കത്തുന്നത് പോലെയുള്ള പ്രാർത്ഥന. ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്നത് അതാണ്. പെട്രോൾ കത്തുന്നത് പോലെ നിങ്ങളുടെ ഉടമ്പടി കത്തിപ്പിടിക്കണമെങ്കിൽ, സാധ്യമാകണമെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ലാൽ ജോൺ കുടുംബവും പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെയാണ്. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വലിയ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരോടൊപ്പം എല്ലാ സമയഘടികാരം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ നിന്നോട് കൂടെ ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ ഉടമ്പടി അദ്ദേഹം മുന്നേറിക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്തവരുടെ എല്ലാവരുടെയും പ്രത്യേകത അതാണ്. എല്ലാ എലമെൻസും അദ്ദേഹത്തിന് അനുഭവവേദ്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം തിരുനാളത്തിൽ അദ്ദേഹത്തിന് അമ്മയെ കാണാനും സ്നേഹിക്കുവാനും സാധിച്ചു. അതുപോലെ തന്നെ അമ്മ കൊടുത്ത ആ ഡേറ്റ് കൃത്യമായി മകളുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ വിസ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായി ഓഗസ്റ്റ് 5 എന്ന ഡേറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ വിസ വീട്ടിലെത്തിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. നമുക്കായി എല്ലാ ഓഫീസുകളും തുറക്കുന്ന ഒരമ്മയാണ്. ഈവൻ ഇത് സൺഡേ ആയാലും സാറ്റർഡേ ആയാലും സെക്കൻഡ് സാറ്റർഡേ ആയാലും നമുക്ക് വേണ്ടി ഒരു വ്യക്തി അവിടെ ഓഫീസ് തുറന്ന് നമ്മുടെ പ്രമാണങ്ങളോ ഡോക്യുമെൻറ്റ്സൊക്കെ എത്തിച്ചു തരാനുള്ള എല്ലാ വ്യവസ്ഥകളും അമ്മ തുറക്കും. ICUവിലേക്കും ജയിലിലേക്കും കോടതികളിലേക്കും ഒക്കെ അമ്മ വളരെ പെട്ടെന്ന് കയറി ചെന്ന് നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുന്ന അമ്മ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു എന്നാണ് അദ്ദേഹം ഈ സാക്ഷ്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി കോൺട്രാക്റ്റ് വിസ പുതുക്കേണ്ട സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വളരെ സൂപ്പറായിരുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ ഏറ്റു പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ, പ്രത്യേകിച്ച് പ്രവാസികളായി കഴിയുന്ന മക്കളുടെ വിസ പ്രോസസ്സിങ് ഡിലേ ആയിട്ടുള്ളവരെല്ലാവരുടെയും നിയോഗങ്ങളെ നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ മകളുടെ ഒരു വലിയ സാക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റു പറയാനുണ്ടായിരുന്നത്. മകൾക്ക് ആ സാമീപ്യം അനുഭവപ്പെട്ടത് മകളെക്കുറിച്ച് പറയുകയായിരുന്നു. അത് ഒട്ടും യോഗ്യതയില്ല, വളരെ ടോപ്പിക്ക് തെറ്റി വന്നപ്പോൾ മറിച്ച് വേറൊരു ടോപ്പിക്ക് കൊടുത്തപ്പോൾ കൃത്യമായി ആ വൈവ എക്സാം മകളുടെ ചെവിയിലേക്ക് പരിശുദ്ധ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഉത്തരങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവൾക്ക് ആ ഒരു നല്ല ഉന്നത വിജയം അവൾക്ക് പ്രാപിക്കുകയുണ്ടായി. ഉടമ്പടിയിലൂടെ സഞ്ചരിക്കുന്നവർക്കെല്ലാം ടെൻഷൻ കൂടാതെ നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ലഘൂകരിക്കുന്ന അമ്മ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മെറിറ്റ് ഒന്നുമില്ലെങ്കിലും നമുക്ക് സാധ്യതകൾ നൽകുന്ന, നമുക്ക് ഗ്രേസ് നൽകുന്ന, കൃപ നൽകുന്ന അമ്മ. ഇതെല്ലാം ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരുന്നത് ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മുടെ വിശ്വസ്തത മാറ്റുരച്ച് നോക്കുമ്പോൾ നാം വിശ്വസ്തരാണെന്നുള്ള ഒരു
ഗ്രേസ് മാർക്ക് മാത്രം മതി. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ മലകളെല്ലാം മറിക്കാൻ ശക്തമാക്കുന്ന ഒരു ദൈവവചനം നമുക്കുണ്ട്. വചനം മാംസമായ ഈശോ നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെ എന്ന ഇമ്മാനുവലാണ് നമ്മുടെ ദൈവം. മോശ പാടുന്നത് പോലെ ഇതുപോലെ മറ്റൊരു ജനതയുണ്ടോ, ഇതുപോലെ മറ്റൊരു ദൈവമുണ്ടോ? ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത്. സോണി, ഞാൻ കോതാട് ഇടവക തിരുഹൃദയ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ 22/11/2023 ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ദൈവം എന്നെ ഒരിക്കലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ എൻ്റെ ഒരു നിയോഗങ്ങൾ എൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നു. അതിൽ നിന്ന് മാതാവിനെ ആത്മീയമായിട്ട് ഉയർത്തി. അതിൽ നിന്ന് എനിക്ക് കുറേ അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യത്തിൽ പറയുന്നത് വെച്ചാൽ, എൻ്റെ ജീവിതത്തിലെ എന്നെ ഒരു ട്രെയിൻ പാളത്തിൽ കൂടി നേരെയുള്ള വഴി കൂടി നടത്തി മാതാവ് എൻ്റെ ജീവിതത്തിൽ എന്താണോ എൻ്റെ വഴി എന്നുള്ളത് കാണിച്ചു തന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി തന്നതിനെക്കുറിച്ചാണ്. ഒന്ന്, ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞ് പിറ്റേ ആഴ്ചയിൽ വേളാങ്കണ്ണിയിലാണ് പോയത്. ഞാൻ കൃപാസന മാതാവിൽ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എപ്പോഴും എൻ്റെ മാതാവിനെ, കൃപാസന മാതാവിനല്ലാതെ വേറൊരു മാതാവിനെയോ പുണ്യാളന്മാരെയോ വേറെ ആരെയും ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഒരു നൊവേനക്കോ പോകാറില്ല. വേളാങ്കണ്ണി പോയപ്പോഴാണെങ്കിലും ഞാൻ അവിടെ ചെന്നിട്ട് കൃപാസന മാതാവിനെ തന്നെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. അവിടെ വെച്ച് ഞാൻ എൻ്റെ മാതാവിൻ്റെ പ്രസൻസ് തോന്നിക്കണം തന്നെ പറഞ്ഞു. ഒരു ചേച്ചി, എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ചേച്ചി എൻ്റെ അടുത്തോട്ട് വന്ന് ചോദിച്ചു, സോണി സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണോ കൃപാസനത്തിൽ? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതേ ഉള്ളൂ. പക്ഷെ എന്നെ ആ ഒരു ഫേസിലോ എൻ്റെ ആ ഒരു വേഷത്തിലോ എന്നെ ആർക്കും മനസ്സിലാവില്ല. കാരണം അന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പരിശുദ്ധ അമ്മയാണ് എന്നോട് വന്ന് സംസാരിച്ചതും ഞാൻ അവിടെ പ്രസൻസ് ചോദിച്ചപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നേന്ന് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയുടെ കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോയി. പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് പോയി. ഒരു ദിവസം ഞാൻ ഈ അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് ശരിക്കും യോഗം ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയും ഉടമ്പടി എടുത്ത കുട്ടിയാണ്. ആ കുട്ടി അഖണ്ഡ ജപമാലയ്ക്ക് പോകുമെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, ഞാൻ ഇതുവരെ അഖണ്ഡ ജപമാലയ്ക്ക് പോയിട്ടില്ല, അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ആ കുട്ടീനെയും ഞാൻ ഇതാകുന്നില്ല, ആ കുട്ടി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സമയത്ത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു, സോണി നീ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മിക്ക സാക്ഷ്യങ്ങളിൽ ഇങ്ങനെ കേൾക്കുമായിരുന്നു, അഖണ്ഡ ജപമാലയ്ക്ക് പോകുമ്പോൾ മാതാവിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ മാതാവിൻ്റെ എന്തെങ്കിലും മെസ്സേജസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ. അന്ന് വെളുപ്പിന് ഞാൻ വണ്ടി കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് ആകാശത്തോട് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ 7 നമ്പറിൽ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയതാണോ, ഇങ്ങനെ ചിന്തിച്ചിട്ട് തോന്നിയതാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ബസ്സിൽ പോണ കൂട്ടത്തിൽ എൻ്റെ അമ്മച്ചിനോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി എനിക്ക് 7 എന്ന് പറഞ്ഞ നമ്പർ കാണിക്കുന്നുണ്ട്, അപ്പോൾ മാതാവിന് എന്തെങ്കിലും 7 എന്നുള്ള ഡേറ്റിലാണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടിരുന്നു. നെക്സ്റ്റ് മന്ത് 7-ാം തീയതി വരെ ഞാൻ നോക്കി നിന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഒരു സ്വപ്നം കണ്ടു, മാതാവ് അടുത്ത് വന്നത്. അപ്പോൾ അമ്മച്ചി വിളിച്ച് എന്നോട് പറഞ്ഞു, സോണി എനിക്ക് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ച് ചിലപ്പോൾ എനിക്കായിരിക്കില്ല അമ്മച്ചിക്കായിരിക്കും നിയോഗം മാതാവിൻ്റെ ഇതെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നൊരു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ESA ആക്സിഡൻറ്റ് കഴിഞ്ഞതിൻ്റെ ഒരു ക്ലെയിം കിട്ടാനുണ്ടായിരുന്നു. കുറേ മാസങ്ങളായിട്ട് എൻ്റെ ലീവിൻ്റെ ആ ഒരു പൈസ എനിക്ക് കിട്ടാതിരിക്കുകയായിരുന്നു. ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നെക്സ്റ്റ് വീക്ക് അപ്രൂവൽ ആവുള്ളൂ, അപ്രൂവൽ ആയിക്കഴിഞ്ഞിട്ടേ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ വീടുള്ളൂ എന്ന് പറഞ്ഞു. ആ 7-ാം തീയതി വൈകിട്ട് ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു മാസത്തോളം ലീവ് ഉണ്ടായിരുന്നു, ചെറിയൊരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് വീണേക്കുന്നു. അപ്പോൾ എനിക്ക് ആ പൈസ ഇല്ലാത്ത സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ESA വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നിങ്ങൾക്കിപ്പോൾ വീഴാൻ ചാൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ESA സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ ESAയുടെ എമൗണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് 7 എന്നുള്ള ഡേറ്റിൽ എനിക്കെന്തോ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലോൺ ഉണ്ടായിരുന്നു. ലോൺ ഒരു 8-9 വർഷം 7 വർഷമായിട്ട് അടക്കണ ലോണായിരുന്നു. 9 ലക്ഷത്തിൻ്റെ ആയിരുന്നു. എപ്പോൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചാലും അവർ പറയുന്നത് ഇപ്പോൾ 8 ലക്ഷം രൂപ ആയിട്ടുള്ളൂ, ഇത്രയും രൂപ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ 1 ലക്ഷം രൂപയൊക്കെ ഒപ്പിച്ചടച്ചു. പിന്നെയും ഞങ്ങളിങ്ങനെ എന്നിട്ടും കുറയുന്നില്ല. അങ്ങനെ ഇന്നപ്പോഴേക്കും ഞങ്ങൾ ഈ KSFൽ കുറി കൂടിയിട്ടുണ്ടായിരുന്നു. ആകെ 8-9 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിളിച്ച് കിട്ടാനോ അല്ലെങ്കിൽ നറുക്കെടുക്കാനോ ഒന്നും ഒരു ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഒന്നും ചാൻസ് ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സെപ്പോഴും പറയുന്നത്, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാതെ KSF പോയി ചെന്ന് നീ നോക്കുന്നുള്ളത് ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു.
അങ്ങനെ ഇന്നപ്പോഴേക്കും ഞാൻ ഒരു പ്രാവശ്യം KSB പോയി. അപ്പോൾ അവിടുത്തെ വിളി എങ്ങനെയെന്ന് നോക്കി. രണ്ടാമത്തെ പ്രാവശ്യം പോയി വിളിച്ച് നോക്കി, പക്ഷെ നടക്കുന്നില്ല. മൂന്നാമത്തെ തവണ പോയി, ഒന്നും നടക്കുന്നില്ല. നാലാമത്തെ തവണ എനിക്ക് പോകാൻ നേരത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, കാരണം ലോൺ ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട്, പലിശ പോകുന്നല്ലാതെ വേറെ ഒരു ഇതും കാണുന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ഹസ്ബൻഡിനാണെങ്കിലും, ഹസ്ബൻഡും പുറത്താണ്. ഈ കിട്ടുന്ന പൈസ എല്ലാം ഈ ലോണിലോട്ടും ഇതിനല്ലാതെ വേറൊരു വഴികൾ ഞങ്ങൾക്ക് വന്നില്ല. അപ്പോൾ ഞാൻ അന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ കൂടി എന്തെങ്കിലും ഒന്ന് കാണിച്ചു തന്നെ, നീ എനിക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്നുള്ളത് കാണിച്ചു തന്നോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ബൈബിൾ എടുത്തപ്പോഴേക്കും ഒരു അമ്മയും കുഞ്ഞും ഒരു നാട്ടിൽ ദാരിദ്ര്യം വന്നപ്പോൾ അവരവിടെ നിന്ന് ഏലീശ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് വേറെ ദൂരെ നാട്ടിലോട്ട് പോയിക്കോളൂ, അതിനുശേഷം വന്നാൽ മതി എന്ന് പറയും. ദാരിദ്ര്യം മാറിക്കഴിയുമ്പോൾ അവർ 7 വർഷത്തിന് ശേഷം 7 വർഷത്തിന് ശേഷം അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് അവിടുത്തെ രാജാവിനോടും മന്ത്രിമാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ സ്വത്ത് തിരിച്ചു തന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജാവ് എല്ലാവരും ചെക്ക് ചെയ്യും അതിനകത്ത്, നിങ്ങൾക്കിത് കൊണ്ടുപോയിട്ടുണ്ടോ? അപ്പോൾ പറയും ഏലീശ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 7 വർഷം എന്നുള്ളത് കാണിച്ചിട്ട് അതിനകത്ത് കാണിച്ചു. അപ്പോൾ ഞാൻ വെച്ചു 7 വർഷത്തോട് ഞങ്ങൾ ലോൺ അടക്കണേണല്ലോ, അപ്പോൾ 7 വർഷത്തെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ചോദിച്ചു. അന്ന് ചിട്ടി വിളിക്കാൻ പോയപ്പോഴേക്കും എനിക്ക് പതിവില്ലാത്ത ആൾക്കാരും തിരക്കും എല്ലാമായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് 3ാമത്തെ വിളിയിൽ എനിക്ക് ആവശ്യമുള്ള പൈസ എനിക്ക് വിളിച്ചെടുക്കാൻ പറ്റി. അത് എനിക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു, കാരണം അവിടെ നിന്ന് അത്രയും ഒരു 2-3 സ്ത്രീകൾ മാത്രം ഉണ്ടായിരുന്നു, അതും പ്രായമുള്ളവർ. ഞാൻ മാത്രം ചെറുപ്പം, ബാക്കിയെല്ലാം ചേട്ടന്മാരായിരുന്നു. ചേട്ടന്മാരെല്ലാവരും നല്ല രീതിക്ക് വിളിക്കണമായിരുന്നു, എനിക്ക് ഒട്ടും വിളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് ലോൺ അടക്കാനുള്ള പൈസ ദൈവം തന്നു. അതിന് ഞങ്ങൾ ലോൺ അടച്ച് ഞങ്ങൾ ആധാരം തിരിച്ചെടുത്തു. അതിനുശേഷം ഞങ്ങൾ മാതാവിനെ എപ്പോഴും നന്ദി പറഞ്ഞ് ഞങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, വീട് റെൻറ്റിന് കൊടുക്കുന്നത്. അത് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്കാളും അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ലോൺ എടുക്കാൻ KSB കൊടുത്തോണ്ട് ആധാരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ സൊസൈറ്റി എന്നുള്ള ചെറിയ ലോണും സ്വർണ്ണവും എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു. 1 മാസം ആൾക്ക് ലീവ് കിട്ടി, എനിക്കും ലീവ് കിട്ടി. ആ 1 മാസം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തീർക്കണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനമായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു, കാരണം അത് ഒരിക്കലും നടക്കില്ലെന്നുള്ളത് അറിയാമായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഉടമ്പടി എടുക്കുക, ഓൺലൈൻ ഉടമ്പടി എടുക്കുക. ആൾക്ക് മാതാവിനെക്കാളും കൂടുതൽ ഇഷ്ടം പുണ്യാളന്മാരോടായിരുന്നു, ഈ അന്തോണി സുനാളിനോടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മാതാവിനെ കൂടുതൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് എല്ലാം അസാധ്യ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത്. ഒരു ദിവസം ആൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അത് ഓഗസ്റ്റ് 15-ാം തീയതി, കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് 15-ാം തീയതി ആൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അന്നൊട്ട് ആളും പെറ്റീഷൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ചെല്ലാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങി. ആ സമയത്ത് ഞാൻ ഈ ലീവിന് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും നടക്കില്ല എന്ന് എനിക്കറിയാം, എന്നാലും പ്രാർത്ഥിക്കുമായിരുന്നു. ആൾ വന്ന് എൻ്റെ ടിക്കറ്റ് എടുത്തപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് 7 എന്നുള്ള നമ്പർ എപ്പോഴും കാണിക്കുന്നുണ്ട്, എനിക്ക് ആ 7 എന്നുള്ള ഡേറ്റിൻ്റെ സമയത്ത് ഇവിടെ വന്ന് ആൾക്ക് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ അതെടുക്കാനുള്ള അവസരം തന്നെയെന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്തപ്പോൾ 6-ാം തീയതി ആയി. 6-ാം തീയതി ആൾക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ആ 6-ാം തീയതിക്ക് മുമ്പ് എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, 7 ദിവസം നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഒരുങ്ങാം, ഒന്നെങ്കിൽ വർക്ക് തുടങ്ങാൻ പോണേല, അപ്പോൾ അതിനോട് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ 7 ദിവസം എല്ലാ ദിവസവും ഉപവസിച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഉപവസിച്ചിരിക്കുന്നു. ഓരോ ദിവസവും എനിക്ക് ഓരോ പരീക്ഷണങ്ങളായിരുന്നു. പക്ഷേ ആ പരീക്ഷണങ്ങളെല്ലാം എനിക്ക് അതിൽ നിന്ന് മുന്നേറുവാനും സാധിച്ചു. ആളുടെ വിസയുടെ കാര്യങ്ങൾ തടസ്സം വന്നു, ആൾക്ക് ടിക്കറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഇതൊക്കെ വന്നു, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് കുറേ പ്രശ്നങ്ങൾ വന്നു, ഡ്യൂട്ടിയിലെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങളും രാവിലെ വരും, ഉച്ചയാകുമ്പോൾ അതെല്ലാം ഓക്കെയും. അങ്ങനെ ഓരോ ദിവസം അങ്ങനെ തന്നെയായിരുന്നു. ആ 7 ദിവസം കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. 6-ാമത്തെ ദിവസം ആൾ ഗൾഫിൽ നിന്ന് രാത്രി 12 മണിക്ക് എത്തി. 7-ാമത്തെ ദിവസം 7-ാം തീയതി ഇവിടെ തിരിച്ചെത്തോ, ഇവിടെ വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു, കാരണം അത്രയും രാത്രി വന്ന ആളോട് എങ്ങനെ രാവിലെ പറയുന്നത്. ഒന്ന് രാത്രി കിടക്കുന്ന സമയത്ത് പറഞ്ഞു രാവിലെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 5:30 എത്താൻ ബസ്സിന് കയറി ഞങ്ങളിവിടെ വന്നു. ആൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, മാതാവേ 6-7 മുതൽ 6-8 വരെ ദിവസമുള്ളൂ, ആ ദിവസത്തിനുള്ളിൽ എൻ്റെ വീട് പണികൾ മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് വീട്ടിൽ പണികൾ തുടങ്ങി. 3-ാമത്തെ ദിവസം തൊട്ട് പണി തുടങ്ങി. ഒരു 5-ാമത്തെ ദിവസം എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. ആകെ ഡൗൺ ആയിപ്പോയി, കാരണം 1 മാസത്തിൽ ലീവ് എടുത്ത് ഞാൻ വീട്ടിൽ നിന്നത് ഓരോ കാര്യങ്ങൾക്കും ഓരോ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും സാധനങ്ങൾ മേടിക്കാനൊക്കെ വേണ്ടിയാണ് ഞാൻ ലീവ് എടുത്തത്. ഇതിനിടയ്ക്ക് ലീവ് എടുത്ത ആ സമയത്താണ് ചിക്കൻ ബോക്സ് വന്നത്. ചിക്കൻ ബോക്സ് വന്നപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു പോയി. എന്ത് ചെയ്യും, ഇനി ഇവർക്ക് വീട്ടിലുള്ളവരെല്ലാവർക്കും വരുമോ, ഇനി ഇത്ര ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടല്ലേ എന്നുള്ള ചിന്ത ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ എടുത്ത് എപ്പോഴും പുരട്ടി കഴിക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക്
മുഖത്ത് കുരുകളൊക്കെ നല്ലോണം വരാൻ തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തെ വേദനയായിരുന്നു. എന്ന് വെച്ചാൽ മുഖത്ത് ഇങ്ങനെ വീർത്ത് വീർത്ത് ഒരു പൊള്ളി പിടിക്കുന്ന വേദന കൊണ്ടാണ് ഞാൻ നിന്നിച്ചത്. ആ സമയത്ത് ഞാൻ ഈശോയുടെ തിരുശരീരത്തിൻ്റെ കൈവച്ചിട്ട് എൻ്റെ ഈശോയുടെ തിരുശരീരമേ, നീ സഹിച്ച വേദനയുടെ അത്രയൊക്കെ ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കിത് സഹിക്കുവാനുള്ള ശേഷി തരണമേ എന്നത് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് മുഖത്ത് എണ്ണയും കൂടി പറ്റിയ ശേഷം എൻ്റെ മുഖത്തുള്ള ചൂടെല്ലാം മാറി, എൻ്റെ കുരുവെല്ലാം താന്ന് ഞാൻ 7ാമത്തെ ദിവസം എനിക്ക് പുറത്തിറങ്ങണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 7ാമത്തെ ദിവസം തന്നെ എൻ്റെ എല്ലാ കുരുവും മാറി ഞാൻ പുറത്തിറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തു. അതേപോലെ 1 മാസം കൊണ്ട് എൻ്റെ വീട്ടിലെ എല്ലാ പണിയും തീർത്തു. എന്ന് വെച്ചാൽ എൻ്റെ പഴയ വീട് കണ്ടവർക്കറിയാം, അത്രയും ഭംഗിയായിട്ട് 7 ഡോറുള്ള ഒരു ഫുള്ള് സെറ്റായിട്ടുള്ള ഒരു വീട് ഞങ്ങൾക്ക് ഈശോ പണിത് തന്നു. മാതാവ് അനുഗ്രഹിച്ചു. അതേപോലെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും പൈസയൊക്കെ കൊടുക്കുമെന്ന്, ഏതെങ്കിലും പാവപ്പെട്ടവരെ കാണുമ്പോഴാണെങ്കിലും അവർക്ക് പൈസ കൊടുക്കുമെന്നു. പിന്നെ ഫുഡൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഫുഡ് കൊണ്ടേ കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് വെച്ചാൽ പത്രം എല്ലാവർക്കും കൊടുക്കും. എല്ലാ മാസവും വന്ന് ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചിട്ടും പോകും. അതെൻ്റെ കൈ കണ്ടു ഞാൻ പറഞ്ഞു തന്നെ കൊടുക്കും. മാതാവിന് അനുഗ്രഹം കിട്ടും. എത്ര വിഷമമുണ്ടെങ്കിലും മാതാവിന് അനുഗ്രഹം എന്തിലാണെങ്കിൽ കിട്ടും. മാതാവ് ഒരിക്കലും നമ്മൾ ഇതാക്കില്ല എന്ന് പറയും. ഒരു ദിവസത്തെ കുർബാന പോലും മുടക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം 6 മണിക്കത്തെ കുർബാനക്ക് പോയിട്ടില്ലെങ്കിൽ എനിക്ക് അടുത്തടുത്ത കുർബാനക്ക് എങ്ങനെയെങ്കിലും മാതാവിനെ ഒരുക്കും. അല്ലെങ്കിൽ വൈകുന്നേരത്തെ കുർബാനക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഡ്യൂട്ടി ഞാൻ ഫോണിൽ ലീവാക്കിയിട്ടാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോകും. എനിക്ക് ഒരു ദിവസം പോലും മുടങ്ങേണ്ട ആവശ്യമില്ല. ചിക്കൻ ബോക്സ് വന്നപ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് മുടങ്ങേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അല്ലാതെ അന്നും ഞാൻ വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് കുർബാന കൂടുമായിരുന്നു. എല്ലാം തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരായും നന്ദി. എപ്പോഴും ഞാൻ എല്ലാവരും പറയുന്നു, മാതാവ് നമ്മുടെ മധ്യസ്ഥയാണ്. പക്ഷേ ഇതിനെല്ലാം അനുഗ്രഹം തരുന്നത് നമ്മുടെ ഈശോപ്പയാണ്. കാരണം അത്രയും നമ്മൾ ഈശോപ്പ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്, ഈശോപ്പ നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട്. മാതാവ് ഞങ്ങളുടെ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം പത്രങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനങ്ങളും കൂടാറുണ്ട്. അത് സമയം കണ്ടെത്തി ഓരോ സെക്കൻഡിലാണെങ്കിലും ഡ്യൂട്ടി ടൈമിലാണെങ്കിലും ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടാണെങ്കിലും കേട്ട് ധ്യാനം കേൾക്കാറുണ്ട്. അതേപോലെ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങളുടെ ഈ ഹാസ്റ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹാസ്റ്റലിൽ ഞങ്ങളുടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ മാതാവിൻ്റെ രൂപം വെച്ച് ഞങ്ങളവിടെ ആ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്നവരും പോണവർക്ക് എല്ലാം മാതാവിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയും ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയും അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയും ഇപ്പോൾ അറിയില്ലാത്തവരെന്ന് വെച്ചാൽ എന്നിട്ടും അറിയാത്തവർ നടിക്കുന്നവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയും ഇത്രയും ഹോസ്പിറ്റലിൽ ഇത്രയും ഡ്യൂട്ടി നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയും മാതാവിൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് എല്ലാം ചെയ്യുകയും ചെയ്യാറുണ്ട്. പുറപ്പാട് 33, 13, 14 തിരുവചനങ്ങൾ. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. സോണി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് അമ്മയുടെ തിരുവൾത്താരയിൽ പങ്കുവച്ചത്. സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തത് മുതൽ അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ ജീവിതത്തെ സമർപ്പിക്കുവാൻ, പൂർണ്ണമായി അമ്മയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഓരോ നാളുകളിലും മകളെ അമ്മ നയിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ആദ്യം മകൾ പങ്കുവച്ച സാക്ഷ്യം ലോൺ അടച്ചു തീർക്കുവാൻ വേണ്ടി അത്ഭുതകരമായിട്ട് പണം അനുവദിച്ച് ലഭിച്ചതിനെയും മകൾക്ക് അമ്മയുടെ സംരക്ഷണം ലഭിച്ചതിനെയും കുറിച്ചാണ്. വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യത്തിൽ പ്രതിസന്ധികളേറെ അനുഭവിച്ചുവെങ്കിലും അത് അമ്മ മാതാവ് നന്നായി സമയച്ചുരുക്കത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ കുടുംബത്തിന് നൽകിയ അനുഗ്രഹത്തെ മകൾ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തി. ജീവിത പങ്കാളി ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നതിലൂടെ കുടുംബത്തിൽ ലഭിച്ച പ്രത്യേകമായ നന്മകളെയും അനുഗ്രഹങ്ങളെയും മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചു. ജീവിത പങ്കാളിക്ക് ജോലിയിലുണ്ടായ പ്രയാസങ്ങൾ മാറി ജോലി സുരക്ഷിതമായതിനും ഉടമ്പടി ജീവിതം എങ്ങനെ സഹായിച്ചുവെന്നും മകൾ പ്രത്യേകമായിട്ട് വാക്കുകളിലൂടെ പങ്കുവച്ചു. ഓരോ വാക്കുകളിലും
മകൾ പ്രത്യേകമായി പറയുന്നുണ്ട്. അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ഭാരപ്പെട്ട വിഷയങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവ് നമുക്കത് അനുകൂലമായി, എത്ര പേർ എതിര് നിൽക്കുന്നെങ്കിലും എത്രയേറെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും നമുക്ക് വേണ്ടി നിലകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സംരക്ഷിക്കുവാൻ അമ്മയുടെ സഹായം ലഭിക്കുന്നുവെന്ന്. അത് KSFയിൽ ചിട്ടിയുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ ഒത്തിരി പേർ വിളിക്കുവാനുണ്ടെങ്കിലും മകൾക്ക് അനുകൂലമായ രീതിയിൽ ആ കാര്യങ്ങൾ അവസാനം മാറി മറിയുന്നതും മകൾക്ക് ലോൺ ചിട്ടി ലഭിക്കുന്നതിനെക്കുറിച്ചും മകൾ സൂചിപ്പിക്കുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ജോലി സംബന്ധിച്ച ക്ലേശങ്ങൾ വരുമ്പോഴും എല്ലാം ആകെ തകിടം മറിയുന്ന വിധത്തിൽ ആകെ തകർച്ചയിലേക്ക് മാറുന്നുണ്ടെങ്കിലും പിന്നീട് അത് തന്നെ സുരക്ഷിതമാകുന്ന വിധത്തിൽ കുടുംബത്തിന് സംരക്ഷണമായി ജീവിത പങ്കാളി ഉടമ്പടി ജീവിതത്തിലേക്കും അതോടൊപ്പം ജീവിതത്തിൻ്റെ വരുമാന വർധനവ് ലഭിക്കുന്ന തൊഴിൽ സ്ഥിരതയിലേക്കും സഹോദരൻ മാറുന്നതിനെക്കുറിച്ച് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരിക്ക് അതുപോലെ തന്നെ വീടിൻ്റെ പണി പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ ലീവെടുത്ത് നിൽക്കുമ്പോൾ ചിക്കൻ ബോക്സ് വന്ന് കിടപ്പിലായെങ്കിൽ കൂടിയും പിന്നീട് ആ ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മാതാവ് ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കൊടുക്കുന്നതിൻ്റെ സാക്ഷ്യവും മകൾ പങ്കുവച്ചു. ഓരോ പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോഴും പ്രതിസന്ധിയെക്കുറിച്ച് സങ്കടപ്പെടുകയോ പരാജയപ്പെട്ട് പുറകോട്ട് മാറുകയോ വിശ്വാസം ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ഇതിനപ്പുറം അമ്മ മാതാവ് ഒരുക്കി വയ്ക്കുന്ന വിജയത്തിൻ്റെ ശുഭകരമാക്കുന്ന ഒരു ജീവിത സന്തോഷത്തിൻ്റെ അവസരം നമുക്ക് കാത്തിരിക്കുന്നുവെന്ന പ്രത്യാശയോടുകൂടി കൂടുതൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ വിശ്വസ്തയോടുകൂടി നന്മ ചെയ്യുവാൻ എല്ലാവരോടും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെയും അമ്മ മാതാവിനെ ജീവിതം ഏൽപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനത്തെയും സ്വസ്ഥതയെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ മകൾ കാണിച്ച വിശ്വാസ സ്ഥൈര്യത്തെയാണ് വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും